സ്റ്റീൽ പാത്രങ്ങളും സിങ്കും തിളക്കം കൂട്ടാൻ ഇരുമ്പൻ പുളിയുടെ നീര് പുരട്ടിയാൽ മതി. നല്ല തിളക്കം കിട്ടും. വെളിച്ചെണ്ണ കേടാകാതിരിക്കാൻ വേണ്ടി അല്പം കല്ലുപ്പോ അല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളകോ ഇട്ടാൽ മതി. സാമ്പാർ കേടാകാതിരിക്കാൻ വേണ്ടി സാമ്പാറിലെ ഉരുളക്കിഴങ്ങ് മാറ്റി ചൂടാക്കിയാൽ മതി. പച്ചക്കായ മുറിക്കുമ്പോൾ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിലും കത്തിയിലും കായ മുറിക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. പൂരി ഉണ്ടാക്കുമ്പോൾ പൂരിക്ക് കൂടുതൽ രുചി കിട്ടാൻ വേണ്ടി പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ അല്പം റവ ചേർത്താൽ മതി. ക്യാരറ്റ്, ബീട്രൂട്ട്, കാബേജ് എന്നിവ കൂടുതൽ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അവയുടെ ഗുണം കുറയും. ഇനി ആപ്പിൾ കേടാകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറുകളിൽ ദ്വാരമിട്ട് ആപ്പിൾ കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ആപ്പിൾ കേടാകാതെ ഇരിക്കും. ഇനി പാചകം ചെയ്യുമ്പോൾ 1 സ്പൂൺ പാൽ ചേർത്താൽ കോളിഫ്ലവറിൻ്റെ വെള്ള നിറം നഷ്ടപ്പെടാതെ വെള്ള നിറം നിലനിർത്താൻ പറ്റും. 1 സ്പൂൺ പാൽ ചേർത്താൽ മതി. വെണ്ടയ്ക്ക ക്രിസ്പിയായി ഫ്രൈ ചെയ്യാൻ 1 സ്പൂൺ തൈരോ നാരങ്ങാനീരോ ചേർത്താൽ മതിയാകും. വെണ്ടയ്ക്ക നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്ത് കിട്ടും. ഗ്രീൻ പീസ് അഥവാ പച്ചപ്പട്ടാണി വേവിക്കുമ്പോൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്താൽ ഗ്രീൻ പീസിൻ്റെ പച്ച നിറം നഷ്ടപ്പെടാതെ നല്ല ഫ്രഷായി പച്ച നിറമായി കിട്ടും. ഇടിയപ്പത്തിനുള്ള മാവിൽ 2 സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്താൽ നല്ല സോഫ്റ്റായ ഇടിയപ്പം കിട്ടും. അധികം വന്ന മോര് പുളിക്കാതെ ഇരിക്കാൻ അതിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് വെച്ചാൽ മോര് കേടാകാതെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാനൂസ് ഡ്രീംസ്. താങ്ക് യു.